അല്ലെങ്കിൽ അങ്ങനെ എന്തിനാ കരുതുന്നത്? ഇപ്പോൾ ദളിതെന്ന് പറഞ്ഞ കൂട്ടർ ഞങ്ങൾ ഉന്നത കുല ജാതിയാണെന്ന് അങ്ങ് വിചാരിച്ചാൽ എന്നാ കുഴപ്പം? എന്തിന് ഈ അപകർഷതാബോധം എന്തിനാ? ഞങ്ങൾ താഴ്ന്ന ആൾക്കാരാണെന്ന് ഇങ്ങനെ വിചാരിച്ച് നടക്കുന്നതാണ്. അവിടെയാണ് ഈ പ്രശ്നം. എന്നെ എൻ്റെ ജാതിപ്പേര് പറഞ്ഞ് വിളിച്ചു. എൻ്റെ ജാതിപ്പേര് എനിക്ക് മോശമാണെന്ന് ഞാൻ തോന്നുന്നോടത്തല്ലേ കുഴപ്പമുള്ളൂ. എൻ്റെ ജാതിപ്പേര് എനിക്ക് മോശമല്ലെന്ന് തോന്നിയാൽ പ്രശ്നം തീർന്നില്ലേ? അവനവന് തന്നെ എൻ്റെ ജാതിപ്പേര് കേൾക്കുമ്പോൾ എനിക്ക് അധിക്ഷേപമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഒരു തരംതിരിവാണ് ദരിദ്രർ എന്ന് പറഞ്ഞാലേ അന്നാലേ ദളിതനാവൂ. കറുത്തവൻ എന്ന് പറഞ്ഞാൽ അന്നേരെ ദളിതനാവൂ. ഇത് എല്ലാ കൂട്ടത്തിലും ഇല്ലേ? ഈഴവൻ്റെ കൂട്ടത്തിലില്ലേ? ബഷീർമച്ചൻ്റെ കൂട്ടത്തിലില്ലേ? നായന്മാരുടെ കൂട്ടത്തിലില്ലേ? ഇവരുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ദരിദ്രരില്ലേ? ഉണ്ട്. അത്താഴപ്പക്ഷണിയായിട്ട് കിടക്കുന്ന നമ്പൂതിരിമാർ വരെ ഉണ്ട്. ഈ ജാതിപരമായിട്ട് അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഈ ജാതിപരമായിട്ട് അധിക്ഷേപിക്കണമെങ്കിൽ ആദ്യം എന്ത് തിരിച്ചറിയണം? അയാളുടെ ജാതി എന്താണെന്ന് തിരിച്ചറിയണം. ഈ ജാതി തിരിച്ചറിയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജാതിപരമായിട്ടുള്ള സംവരണം എടുത്തു മാറ്റണം. ഞാനൊരു പ്രത്യേക ജാതിയിൽ ജനിച്ചതായതുകൊണ്ട് എനിക്ക് ഗുണമോ ദോഷമോ ഉണ്ടാകാൻ പാടില്ല. സവർണറുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരും ഈ വേടൻ്റെ പാട്ടുകൾ കേൾക്കാനൊന്നും പോകാറില്ലേ? ഇവരുടെ ഒരൊറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണോ വേടൻ ഈ നിലയിൽ എത്തിയത്? സവർണർ അഥവാ ഉന്നത കുലജാതർ ഇവരെല്ലാവരും കൂടി ചേർന്ന് വിപ്ലവഗാനം പാടി നടന്ന വേടൻ എന്ന പയ്യനെ പൂട്ടിയ കഥന നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ സവർണർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്പൂതിരി, നായർ അങ്ങനെയുള്ള കുറേ ജാതിക്കാരെയാണല്ലോ. ഒരിക്കൽ ഈ ജാതിക്കാരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു വട്ടമേശ സമ്മേളനം വിളിച്ചു കൂട്ടുന്നു. എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുകയാണ്. അതെ, പുതിയൊരു പയ്യൻ ഇറങ്ങിയിട്ടുണ്ട്, വേടന്നോ മറ്റാണ് അയാളുടെ പേര്. അയാൾ വിപ്ലവഗാനം മറ്റും പാടിയിട്ട് നമുക്കിട്ടാണല്ലോ മച്ചമ്പി ഈ പണി നടത്തുന്നത്. നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവനിട്ട് ചെറിയൊരു പണി തിരിച്ചു കൊടുത്താലോ? അതെങ്ങനെ കൊടുക്കാൻ സാധിക്കും? മാർഗമുണ്ട്. നമ്മൾ 2-3 കൂട്ടർ സവർണജാതികളില്ലേ, ഒരു കാര്യം ചെയ്യ്. നമ്മുടെ നായന്മാരെയൊക്കെ വിളിച്ച് നായന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പയ്യനെ വിട്ടിട്ട് നേരെ അവൻ്റെ ആരാധകനാണെന്ന നിലയിൽ അടുത്ത് കൂടിയിട്ട് ഞാൻ നൈസായിട്ട് ഒരു പുലിപ്പല്ല് തന്നു വിടാം. ഈ പുലിപ്പല്ല് എങ്ങനെയെങ്കിലും വേടൻ്റെ കഴുത്തിൽ അണിയിക്കണം. ആരാധകനാണെന്ന് പറഞ്ഞാൽ സംഭവം ഏറ്റോളൂ. അങ്ങനെ ഒരു നായര് പയ്യൻ ചെല്ലുകയാണ്. ചെന്നിട്ട് ഈ വേടൻ്റെ അടുത്ത് കൂടിയിട്ട് വേടൻ ചേട്ടാ ഇതാണ് എൻ്റെ സമ്മാനം എന്നും പറഞ്ഞിട്ട് വേടൻ്റെ കഴുത്തിലങ്ങ് അണിയിക്കുകയാണ്. അതിനുശേഷം പയ്യൻ സ്ഥലം വിട്ടു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് കഞ്ചാവിൻ്റെ കേസിൽ ഇവനെ കൊടുക്കണം, വേടനെ കൊടുക്കണം. അതിന് ഒരു നമ്പൂതിരി പയ്യനെ ഏർപ്പാടാക്കൂ. അത് നമ്പൂതിരി പയ്യൻ വന്നു. നമ്പൂതിരി പയ്യൻ പയ്യൊക്കെ ഇവൻ്റെ കൂട്ടത്തിൽ കൂടി അതൊക്കെ നൈസായിട്ട് ഇവൻ്റെ ഫ്ലാറ്റിലൊക്കെ ചെന്ന് അത് സർവ്വസ്വാതന്ത്ര്യമായി അങ്ങനെ ഒപ്പിച്ചെടുത്തു. എന്നിട്ട് ഫ്ലാറ്റിൽ ചെന്നിട്ട് കഞ്ചാവ് വലിക്കാൻ പഠിപ്പിക്കുക. ഇങ്ങനെ വേടനെ കൊണ്ട് കഞ്ചാവ് വലിപ്പിച്ചു. പിന്നെ അവസാനം വേടൻ അങ്ങ് അഡിക്റ്റായി. ഇനിയാണ് ഇവരുടെ അടുത്ത സ്റ്റെപ്പ് വരാൻ പോകുന്നത്. പിന്നെ ഇവർ വീണ്ടും വട്ടമേശ സമ്മേളനം വിളിച്ചു കൂട്ടി. അതിൻ്റെ കൂട്ടത്തിൽ എൻഫോഴ്സ്മെൻറ്റിനെയും വനം വകുപ്പിനെ എല്ലാം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ എൻഫോഴ്സ്മെൻറ്റേ നിങ്ങൾ ഇന്നപോലെ ഇവിടെ ഫ്ലാറ്റ് വേടൻ്റെ ഫ്ലാറ്റ് ചെല്ലുക. ഇപ്പോൾ അവിടെ കഞ്ചാവ് പോലി നടക്കുന്നുണ്ട്, നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സാധനം കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ. നേരെ അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവം കിട്ടി. വേടനെ പൊക്കി അകത്തിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവർ മനസ്സിലാക്കിയത് ഇത് പ്രശ്നമാണ്. സംഭവം 5 ഗ്രാമോ മറ്റോ ഉള്ളൂ. നേരെ ഇവരെ വിളിച്ച്, അതെ പണി പാളി, 5 ഗ്രാമോ ഉള്ളൂ, കേസ് നിലനിൽക്കത്തില്ല, അളിയനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ടി വരും, എന്ത് ചെയ്യും, എന്താണ് അടുത്ത പോം വഴി? അപ്പം പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, അടുത്ത ഐറ്റം വരുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചു. ഇനിയാണ് നിങ്ങളുടെ ചാൻസ് വരുന്നത്. നിങ്ങൾ നേരെ ചെല്ലുക, വേടൻ്റെ അടുത്ത് ചെല്ലുക. വേടൻ്റെ കഴുത ഒരു മാല കിടപ്പുണ്ട്. സംഭവം പുലിപ്പല്ലാണ്. ഇത് നമ്മൾ നടത്തിയ പരിപാടി തന്നെയാണ്. നിങ്ങൾ നൈസായിട്ട് ചെല്ലുക, അത് പൊക്കുക. ആ വഴി നല്ല കേസ് സ്ട്രോങ് ആക്കാൻ പറ്റുമോ ഇല്ലയോ? വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആശ്ചര്യപ്പെട്ടു പോയി. നിങ്ങളൊക്കെ സമ്മതിക്കണം കേട്ടോ, ഇതുപോലെ സവർണ്ണ മേധാവിത്വേ. പിന്നെ ഒരു പയ്യൻ വന്നിട്ട് ഇന്നലെ വന്ന പയ്യൻ വന്ന് നമുക്കെതിരെ ഇതുപോലെ വിപ്ലവം പറഞ്ഞു തരുന്നത് നമ്മൾ സഹിക്കുമോ? നിങ്ങൾ നിങ്ങൾ അവനെ പൂട്ടാൻ നോക്ക്. അങ്ങനെയാണ് ഇവർ വേടനെ പൂട്ടിയത്. ആകെ കഷ്ടമായിപ്പോയല്ലോ. അല്ല പിന്നെ കുറച്ച് ദിവസങ്ങളായി തുടങ്ങിയിട്ട് സവർണർ എല്ലാവരും കൂടെ കൂടിയിട്ട് വേടനെ പൂട്ടി പോലും. ഈ സവർണർ എന്ന് പറഞ്ഞാൽ ഇവരെന്നാ ഉദ്ദേശിക്കുന്നത്? വേടനെ പിന്തുണയ്ക്കാത്ത ആൾക്കാരെല്ലാം സവർണരാകുമോ? ഇനി ജാതിപരമായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കൂട്ടത്തിലും വനം വകുപ്പിൻ്റെ കൂട്ടത്തിലും എത്ര സവർണർമാരുണ്ട്, എത്ര ദളിതന്മാരുണ്ടെന്നുള്ളതിൻ്റെ കണക്ക് നമ്മൾ എടുക്കണമല്ലോ. അതിന് ശേഷമല്ലേ ഉള്ളൂ ഈ സവർണർമാരാണ് ഇദ്ദേഹത്തെ പൂട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഈ മന്ത്രിമാരുടെ കൂട്ടത്തിൽ വല്ലതും ഉള്ള സവർണർമാർ വല്ലതും ആണോ? അതോ എംഎൽഎമാരുടെ കൂട്ടത്തിലുള്ള വല്ല സവർണന്മാരാണോ? ആരെങ്കിലും പേരോ കാര്യങ്ങളോ അറിയണ്ടേ? എന്നിട്ട് വേണ്ട നമുക്ക് അയാൾ ഏത് ജാതിയാണെന്ന് നോക്കിയിട്ട് സവർണർ ആണ് പൂട്ടിയതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ സവർണർ പൂട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
വേടൻ താങ്കളൊരു കാര്യം മനസ്സിലാക്കണം. താങ്കളൊരു കലാകാരനാണ്. താങ്കളുടെ കൂട്ടത്തിൽ ഈ ഫാൻസ് എന്നും പറഞ്ഞ് കൂട്ടത്തിൽ കൂടിയ ആളുകളുണ്ടല്ലോ, ഇവർ ഈ ജാതി പറഞ്ഞിട്ട് ഈ നടത്തുന്ന ഈ കുത്തിത്തിരിപ്പുണ്ടല്ലോ, അത് താങ്കളുടെ തന്നെ അടിവേരിളകുന്ന പരിപാടിയാണ്. മനസ്സിലായല്ലോ? അതായത് താങ്കളെ അറസ്റ്റ് ചെയ്തിട്ട് താങ്കൾ അതിൽ കുറ്റസമ്മതം നടത്തിയിട്ട് പോലും ആ സാഹചര്യത്തിൽ പോലും ഇവിടെ കീഴാളൻ മേലാളൻ എന്നും പറഞ്ഞുകൊണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ താങ്കൾ അകറ്റി നിർത്തുക തന്നെ വേണം. ഈ കേസ് ഒരു ഫേക്ക് അല്ലെന്ന് താങ്കൾക്കറിയാം. അല്ലാതെ ഈ മതം തലക്ക് പിടിച്ചവന്മാർ പറയുന്ന പോലെ ഇതൊരു സവർണ മേധാവിത്വം അല്ലെന്നും താങ്കൾക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ ആളുകളെല്ലാം പറഞ്ഞ് തിരുത്തേണ്ട ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ ഇവർ വീണ്ടും ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് അടി പിടിച്ചുകൊണ്ടേയിരിക്കും. അതെങ്ങനെയെങ്കിലും താങ്കളുടെ പാട്ടുകളിലൂടെ എങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞ് തിരുത്തിയിരിക്കണം. പണ്ടങ്ങ് ഉണ്ടായിരുന്ന അയിത്തവും കാര്യങ്ങളും ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് സാംസ്കാരിക നായകളുടെയും രാഷ്ട്രീയക്കാരുടെയും പരിപാടികൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞ സംഭവം നിലനിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ രാഷ്ട്രീയക്കാരുടെ കൃഷി ഇവിടെ ഇറങ്ങുകയുള്ളൂ. മനസ്സിലായോ? അത് ജാതി മതം ഇല്ലാതായി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇവരെന്ത് പറഞ്ഞ ആളുകളെ തമ്മിലടിപ്പിക്കും? അല്ലെങ്കിൽ എന്തിൻ്റെ പേരിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കും? ഇതൊക്കെ നമ്മൾ പറയുമ്പോഴാണ് ചില ആളുകൾ ചോദിക്കുന്നത്, ചേട്ടൻ ഇതേപ്പറ്റി ധാരണയൊന്നും ഇല്ല അല്ലേ എന്ന്. നല്ല ധാരണയുണ്ട് ചേട്ടന്മാരെ. ധാരണ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങളല്ലെങ്കിൽ എന്നാ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ തലയിലുള്ള വിഷമുണ്ടല്ലോ, ഈ സാംസ്കാരിക നായകളും ഈ രാഷ്ട്രീയക്കാരും കുത്തിവെച്ച വിഷം, ഈ വിഷം ഇറക്കിക്കളയണം. ഈ വിഷം ഇറക്കിക്കളഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പൊതുവായിട്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. അല്ലാതെ രാഷ്ട്രീയ തിമിരം ബാധിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആളുകൾ പറയുന്നതൊക്കെ തെറ്റാണെന്ന് തോന്നത്തുള്ളൂ. ഒരു കാര്യം പറയട്ടെ, ഈ വേടൻ്റെ ജാതി, വേടൻ ദളിതനാണെന്ന് നമുക്കറിയാം. അതെങ്ങനെ അറിയാം? വേടൻ പല ഇൻ്റർവ്യൂസിനും വന്നിരുന്നിട്ട് ഞാൻ ദളിതനാണെന്ന് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേടൻ്റെ ജാതി തിരിച്ചറിയാൻ പറ്റും. അല്ലാതെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഉന്നത കുലജാതനാണോ താഴ്ന്ന കുലജാതനാണോ എന്നൊക്കെ എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ എൻ്റെ കമൻറ്റ് ബോക്സിൽ പലരും ഞാൻ സവർണ്ണനാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മുഖത്ത് വല്ല എഴുതി വെച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇത് നേരെ തിരിച്ചിട്ട് ഒരാളെ കണ്ടിട്ട് നിന്നെ കണ്ടിട്ട് ദളിതനെ പോലെ ഉണ്ടല്ലോടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേസ് വേറേതാണ്. അതേസമയം നമ്മളെയൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ചിട്ട് ഇവനെ കണ്ടാൽ സവർണ്ണനെ പോലെ ഉണ്ടല്ലോ എന്ന് ഊഹിച്ചിട്ട് കുറേ തെറിയും വിളികളും കാര്യങ്ങളും ഒക്കെ അതെങ്ങനെ ശരിയാകും? ഒരാളെ കണ്ട് എങ്ങനെ തിരിച്ചറിയാം? അത് തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കേസും കാര്യങ്ങളൊന്നുമില്ല, അത് വേറെ കഥ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേടൻ അവൻ്റെ ജാതി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്ത് വെച്ചിട്ട് ഇവർ ചർച്ച ചെയ്തേനെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് 2025 ഈ 2025 എവിടെയാണ് ഈ കീഴാളൻ, മേലാളൻ, ഉന്നത കുലൻ, താഴ്ന്ന കുലജാതൻ? ഈ ഉന്നത കുലജാതി എന്ന് പറഞ്ഞാൽ എന്താ? നായർ, നമ്പൂതിരി, അങ്ങനെയുള്ള കുറേ ആളുകൾ ഇങ്ങനെ തരംതിരിവ് ഉണ്ടാക്കിയതാരാ? പണ്ടെങ്ങോണ്ടോ ഉണ്ടായിരുന്നു, സമ്മതിച്ച്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്തിനാ കരുതുന്നത്? ഇപ്പോൾ ദളിതൻ എന്ന് പറഞ്ഞ കൂട്ടർ ഞങ്ങൾ ഉന്നത കുലജാതിയാണെന്ന് അങ്ങ് വിചാരിച്ചാൽ എന്നാ കുഴപ്പം? എന്തിന് ഈ അപകർഷതാബോധം? എന്തിനാ? ഞങ്ങൾ താഴ്ന്ന ആൾക്കാരാണെന്ന് ഇങ്ങനെ വിചാരിച്ച് നടക്കുന്നതാണ്. അവിടെയാണ് ഈ പ്രശ്നം. അങ്ങനെയൊക്കെ വിചാരിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളും എല്ലായിടത്തും ഒരുപോലെ അങ്ങ് കയറി നിൽക്കണം. ഇവിടെ ആരാ തള്ളി നിൽക്കുന്നത്? ആരെയും തള്ളി നിൽക്കാൻ പോകുന്നില്ല. ഇനി നിയമത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പലരും പറയുന്നുണ്ട് ഇരട്ട നീതി മറ്റന്നാണ് മറിച്ചാന്ന് പറയും. ഈ നീതിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് ദളിതന്മാർക്കാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓപ്പണായിട്ട് കാര്യം പറയാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നടന്നു, ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ മുമ്പ് ഒരു പാട്ടിൻ്റെ കാര്യം പറഞ്ഞു, ഏതാ ഞാൻ പാടനല്ല, പറയാനല്ല, പൊലയനല്ല, നീ തമ്പുരാനോ അല്ല, ആണെങ്കിൽ എനിക്കൊരു മൈ ഇല്ലെന്നാണ് വേടൻ പാടിയത്. ഇത് നേരെ തിരിച്ച് പാടിയാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ ബ്രാഹ്മണനല്ല, നമ്പൂതിരിയല്ല, മറ്റേതല്ല, മറിച്ചതല്ല, നീ പൊലയനല്ല, പൊലയനാണെങ്കിൽ എനിക്കൊരു ഇതും ഇല്ലെന്ന് പറഞ്ഞാലോ ആരെങ്കിലും പാടിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആലോചിക്കുക. കേസ് വേറെ വഴിക്ക് വരുമോ? അതായത് ജാതിപരമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് ഇങ്ങോട്ട് വരും. ആണോ അല്ലയോ? വന്നിരിക്കും. അതെങ്ങനെ അധിക്ഷേപമാകുന്നേ? അതാണ് ഞാൻ ഈ പറഞ്ഞ അപകർഷതാബോധം. എന്നെ എൻ്റെ ജാതിപ്പേര് പറഞ്ഞ് വിളിച്ചു. എൻ്റെ ജാതിപ്പേര് എനിക്ക് മോശമാണെന്ന് ഞാൻ തോന്നുന്നോടത്തല്ലേ കുഴപ്പമുള്ളൂ. എൻ്റെ ജാതിപ്പേര് എനിക്ക് മോശമല്ലെന്ന് തോന്നിയാൽ പ്രശ്നം തീർന്നില്ലേ? എന്നെ ഇപ്പോൾ കയറി ദളിതാന്ന് വിളിച്ചു, അല്ലെ നായരേന്ന് വിളിച്ചു, ചോവനേന്ന് വിളിച്ചു. എനിക്കത് വിഷയമില്ല, എനിക്കത് പ്രശ്നമില്ലെന്ന്, എനിക്കത് അധിക്ഷേപമായിട്ട് തോന്നുന്നില്ല. വിഷയം തീർന്നില്ലേ? അവനവന് തന്നെ എൻ്റെ ജാതിപ്പേര് കേൾക്കുമ്പോൾ എനിക്ക് അധിക്ഷേപമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഒരു തരംതിരിവാണ് ദരിദ്രൻ എന്ന് പറഞ്ഞാലേ അന്നാലേ ദളിതനാവുമോ? അറിയത്തില്ല. കർത്തവൻ എന്ന് പറഞ്ഞാലേ അന്നേരം ദളിതനാവുമോ? ഇത് എല്ലാ കൂട്ടത്തിലും ഇല്ലേ? ഈഴവൻ്റെ കൂട്ടത്തിലില്ലേ? വിശ്വകർമ്മച്ചൻ്റെ കൂട്ടത്തിലില്ലേ? നായന്മാരുടെ കൂട്ടത്തിലില്ലേ? ഇവരുടെ എല്ലാവരുടെയും കൂട്ടത്തിൽ ദരിദ്രരില്ലേ? ഉണ്ട്. അത്താഴപ്പക്ഷണയായിട്ട് കിടക്കുന്ന നമ്പൂതിരിമാർ വരെ ഉണ്ട്. അല്ലാതെ ദളിതൻ എന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ല ഈ താഴെ കിടക്കുന്നത്. അതാണ് ഇവിടുത്തെ വിഷയം. പണ്ടൊക്കെ സമ്മതിച്ച് പണ്ട് കുറേ ജന്മിമാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഇവരെല്ലാം മറ്റൊരു രീതിയിലാണ് കണ്ടിരുന്നത്. ഇവരെ അകറ്റി നിർത്തിയിരുന്നു. സംഭവം ശരിയാണ്. പക്ഷേ കാലങ്ങൾ ഇത്ര മുമ്പോട്ട് പോയി.
ഇപ്പോൾ അന്നത്തെ ആ നമ്പൂതിരിമാരും നായന്മാരും ചെയ്തു വെച്ചതിൻ്റെ അവരുടെ അടുത്ത തലമുറകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാവോ, പഠിക്കാനായിട്ട് പോലും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത എത്രയോ നായന്മാരും നമ്പൂതിരിമാരും ഉണ്ടെന്നറിയാവോ. അല്ലാതെ ഈ ദളിതന്മാരുടെ കൂട്ടത്തിൽ മാത്രമല്ല, അത് മനസ്സിലാക്കണം. ഒരു കുട്ടി നല്ല രീതി, എനിക്ക് അനുഭവം അറിയാവുന്ന ഒരു കുട്ടിയാണ്, ആ കുട്ടി നല്ല രീതിയിൽ പഠിച്ച് പാസ്സായതിന് ശേഷം ഇത് അഡ്മിഷൻ ചെന്ന് കഴിയുമ്പോൾ ഈ കൊച്ചിന് അഡ്മിഷൻ കിട്ടിയില്ല. അത് SC/ST വിഭാഗത്തിന് കിട്ടി, ഈ കൊച്ചിനേക്കാളും മാർക്ക് കുറഞ്ഞത്. അതെന്താ അങ്ങനെ? പഠിച്ചവർ വേണ്ട കയറ്റി വിടാനായിട്ട്, അല്ലാതെ ഒരു ജാതിയുടെ പേര് കയറ്റി വിട്ടാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? ബുദ്ധി ഒരു ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ബുദ്ധി കൂടുതൽ, ഇന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ബുദ്ധി കുറവ്, അങ്ങനെയൊന്നുമില്ല. എല്ലാ ജാതിയിലും കൂടുതലും കുറവുമില്ലേ? അപ്പോൾ ജാതി നോക്കാതെ വേണ്ട ഈ സംഭവമൊക്കെ ചെയ്യാനായിട്ട്. അല്ലാതെ ഒരു കൊച്ച് പഠിച്ച് പാസ്സായിട്ട് അത്ര കഷ്ടപ്പെട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും വെറും ഒരു സംഭരണത്തിൻ്റെ പേര് മറ്റേ ആൾക്ക് കൊടുക്കുമ്പോൾ അതിനെന്തുമാത്രം സങ്കടം ഉണ്ടായിരിക്കും? ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? പിന്നെ ഈ കറുത്തതും വെളുത്തതും, കറുത്ത ആൾക്കാരെ എത്ര പേരെ കാണണം മറ്റു ജാതിയിൽപ്പെട്ടത്? അല്ലെങ്കിൽ കറുത്ത ആൾക്കാരെ കണ്ട ഉടനെ ദളിതൻ അങ്ങനെയുണ്ടോ? എനിക്കറിയാമല്ലേ, എല്ലാ കൂട്ടത്തിലും ഉണ്ട് കറുത്തവരുമൊക്കെ. ഇതൊക്കെ ഇങ്ങനെ ഈ ആൾക്കാർ പൊതുവായിട്ട് കറുത്താണ് ഉടനെ ദളിതൻ, ദരിദ്രനാണ് ഉടനെ ദളിതൻ, അങ്ങനെയുണ്ടോ? ഈ വേടനെ പോലുള്ളവർക്ക് ഈ കാര്യത്തിൽ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഒരു പ്രത്യേക ജാതിയിലേക്ക് മാത്രം ഒതുങ്ങാതെ ഞാൻ ഈ പറഞ്ഞ പോലെ അഷ്ടിക വകയില്ലാത്ത എത്രയോ നമ്പൂതിരിമാരുണ്ടെന്നറിയോ, എത്രയോ നായന്മാരുണ്ടെന്നറിയോ, അതുപോലെ എത്രയോ ഉന്നത കുലജാതന്മാരുണ്ടെന്നോ. ഒരു ജാതിയിൽ പെട്ടതുകൊണ്ട് മാത്രം സംവരണമോ അല്ല ഒരു ഗ്രാൻഡോ കിട്ടാത്ത എത്രയോ പിള്ളേരുണ്ടെന്നറിയോ. എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, വ്യക്തിപരമായിട്ടറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഫീസ് ഇളവും ഇല്ല, ഒന്നുമില്ല. അതേസമയം SC/ST വിഭാഗത്തിൽപ്പെട്ടവർ ഗ്രാൻഡ് വന്ന് മേടിക്കും. എന്നാൽ ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ലതാണ്. അവരൊക്കെ കാറയിലൊക്കെ വന്ന് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ എന്ന് പറഞ്ഞാൽ കമ്പനിക്കാരായതുകൊണ്ട്, കൂട്ടുകാരായതുകൊണ്ട് അവരെന്താ ഈ ഗ്രാൻഡ് മേടിച്ചിട്ട് ചിലവ് ചെയ്യും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. കൂട്ടുകാരായിട്ടുള്ള SC/ST വിഭാഗത്തിൽപ്പെട്ടവർ ഗ്രാൻഡ് കിട്ടിയിട്ട് നമ്മൾക്ക് അടിച്ചു പൊളിക്കാടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കും. അത് സൗഹൃദം ശരിയാണ്. പക്ഷേ എന്നിരുന്നാലും ഇപ്പുറത്ത് പട്ടിണി കിടക്കുന്നവൻ എന്തുകൊണ്ട് ഈ ഗ്രാൻഡ് കിട്ടുന്നില്ല? അവൻ്റെ ജാതിയുടെ പേരിൽ മാത്രം. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഈ പട്ടിണിയും പരിവട്ടവും ഒക്കെ ഉണ്ട്. ആ പേരിൽ താങ്കൾ പാട്ടുകാരനാണല്ലോ, താങ്കൾക്ക് ആ രീതിയിലൊരു രചന നിർവഹിച്ചിട്ട് അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ടാക്ക്. താങ്കൾ ഒരു ജാതിയിലേക്ക് മാത്രം ചുരുങ്ങാതെ ഒരു കോണിലൂടെ മാത്രമല്ലാതെ എല്ലാ കോണിലൂടെ നോക്ക്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് നമുക്കിതെല്ലാം കാണാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ പ്രയാസപ്പെട്ടാണ് വന്നത്, അതുകൊണ്ട് ഞാൻ ജനിച്ച ജാതിയുടെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഞാൻ പട്ടിണി കിടന്നതെന്ന് അങ്ങനെ വിചാരിക്കരുത്. എല്ലായിടത്തും ഈ പട്ടിണിയും പരിവട്ടവും ഉണ്ട്. അത് എല്ലായിടത്തോട്ടും നോക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതെല്ലാം കാണത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു ജാതിയിൽ മാത്രമായിട്ട് ചുരുങ്ങും. ഈ ജാതിപരമായിട്ട് അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രധാന പ്രശ്നം. ഈ ജാതിപരമായിട്ട് അധിക്ഷേപിക്കണമെങ്കിൽ ആദ്യം എന്ത് തിരിച്ചറിയണം? അയാളുടെ ജാതി എന്താണെന്ന് തിരിച്ചറിയണം. ഈ ജാതി തിരിച്ചറിയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജാതി വ്യവസ്ഥ ഇവിടെ ഇല്ലാതാകണം. ജാതി വ്യവസ്ഥ ഇവിടെ ഇല്ലാതാകുമോ? ഒരിക്കലും ഇല്ലാതാകത്തില്ല. അത് ഇല്ലാതാകണമെങ്കിൽ ആദ്യം ഈ സംവരണം എന്ന് പറയുന്ന സാധനം എടുത്തു മാറ്റണം. അതായത് ജാതിപരമായിട്ടുള്ള സംവരണം എടുത്തു മാറ്റണം. ഞാനൊരു പ്രത്യേക ജാതിയിൽ ജനിച്ചതായതുകൊണ്ട് എനിക്ക് ഗുണമോ ദോഷമോ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? അതായത് സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തുക. അല്ലെങ്കിൽ വേണ്ട, രണ്ടും കിടക്കട്ടെ. ജാതി സംവരണവും കിടക്കട്ടെ, സാമ്പത്തിക സംവരണവും കിടക്കട്ടെ. ഓക്കെ, സ്കൂളുകളിൽ ചേർക്കുമ്പോഴത്തേക്കും ഓക്കെ ഗ്രാൻഡ് വേണം, അല്ലെങ്കിൽ ഫീസ് ഇളവ് വേണം. നീ ഏത് ജാതിപ്പെട്ട ആളാണ്? ഞാൻ ഇന്ന പോലെ SC/ST ജാതിപ്പെട്ട ആളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒരു സാമ്പത്തിക സർട്ടിഫിക്കറ്റും കൂടെ നീ ഇവിടെ ഹാജരാക്കണം. നിൻ്റെ ജാതിപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇയാൾ നേരെ വില്ലേജ് ഓഫീസിൽ ചെന്ന് സാമ്പത്തിക സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. ഈ പുള്ളിക്ക് 2 നില വീടും മാരുതി കാറും എല്ലാം ഉണ്ട്. അപ്പോൾ എന്നെ ഹെഡ് മാസ്റ്റർ നോക്കുക, പ്രിൻസിപ്പാൾ നോക്കിയിട്ട് പുള്ളി പറഞ്ഞു, നിങ്ങൾക്ക് ഗ്രാൻഡ് അനുവദിക്കാൻ സാധിക്കത്തില്ല, ഫീസ് ഇളവ് അനുവദിക്കാൻ സാധിക്കത്തില്ല, നിങ്ങൾ സാമ്പത്തികമായിട്ട് ഇത്ര ഉയർന്നതാണ്, അതുകൊണ്ട് നടപടിയില്ലെന്ന് പറഞ്ഞു വിട്ടു. അടുത്തയാൾ ഒരു നമ്പൂതിരി വന്നു. നമ്പൂതിരിയോട് പറഞ്ഞു, നമ്പൂതിരി താങ്കൾക്ക് ഫീസ് ഇളവോ കാര്യങ്ങളോ അങ്ങനെയെല്ലാം വേണോ? വേണമെന്നുണ്ട് സാറേ. എന്നാൽ ഒരു കാര്യം, സാമ്പത്തിക സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാം. പോയി കഴിഞ്ഞപ്പോൾ സംഭവം അഷ്ടിക്ക് വകയില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്, നമ്പൂതിരി എന്നുള്ള ഒരു പേര് മാത്രമേ ഉള്ളൂ. അപ്പം എന്നാ പിടിച്ചോ, താങ്കൾക്ക് ഫീസ് ഇളവും കാര്യങ്ങളും. ഇങ്ങനെയായിട്ട് പിന്നെ കുറേശ്ശെ ഈ ജാതി എന്നുള്ള സാധനം എടുത്തങ്ങ് മാറ്റുക, സാമ്പത്തിക സംവരണം മാത്രമാക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറേ നാളുകൾ, കുറച്ച് 2-3 തലമുറകൾ കഴിയുമ്പോഴത്തേക്കും ഈ കോളം തന്നെ ഇല്ലാതായി കഴിയുമ്പോഴത്തേക്കും ഈ ജാതി, അതായത് എൻ്റെ ജാതി കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനം ഇല്ലാതെ വരുമ്പോഴത്തേക്കും ഈ സാധനം ഇല്ലാതങ്ങ് ആയി പൊക്കോളും. അല്ലാതെ കണ്ട് ഇത് എങ്ങും നിർത്താതെ ഇതിങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ഒരു സർക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് എങ്ങും ചെന്ന് അവസാനിക്കാൻ പോകുന്നില്ല. എവിടെയെങ്കിലും കൊണ്ട് ഇത് നിർത്തുക തന്നെ ചെയ്യണം. അതെങ്ങനെ നിർത്താനായിട്ട് രാഷ്ട്രീയക്കാർ സമ്മതിക്കുമോ? ഞാൻ ആദ്യം പറഞ്ഞ രാഷ്ട്രീയക്കാർ സമ്മതിക്കത്തില്ല. കാരണം ജാതി വ്യവസ്ഥ ഇവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ അവരുടെ കൃഷി മുടങ്ങും, ആണല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ അമ്പലങ്ങൾ, പള്ളികൾ അങ്ങനെയുള്ള ഇതുമായിട്ട് ഉപജീവനം നടത്തുന്ന, അതായത് മതം വിറ്റ് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്, അവരുടെ കൃഷി മുടങ്ങും. അപ്പോൾ അവർ സമ്മതിക്കത്തില്ല. പിന്നെ ഏറ്റവും വലുത് ഇതിൻ്റെ സുഖങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സാമ്പത്തികമായിട്ട് ഉയർന്നിട്ട് പോലും
ഈ പറഞ്ഞ പോലെ സംഭരണങ്ങളും ഈ ഫീസിളവുകളും കാര്യങ്ങളുമൊക്കെ നല്ല ഭേഷ ഭക്ഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരും സമ്മതിക്കത്തില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിർത്തണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് നല്ല ശക്തമായിട്ട് ഇറങ്ങി അങ്ങ് ഒറ്റ അടിക്കങ്ങ് തീർപ്പാക്കണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ഇതിന് മാറ്റം വരത്തുള്ളൂ. ഇനി നമുക്ക് വേടൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഈ വേടനെ പിന്തുണയ്ക്കുന്നവർ പറയുന്ന ഒരു കാര്യമാണല്ലോ, സവർണ്ണ മേധാവിത്വമാണ്, മറ്റതാണ്, മറിച്ചാണ്, മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ വേടനെ ശ്രവിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം ഒരേ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണോ? അതോ ഈ സവർണർമാരാരും, സവർണറുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരും ഈ വേടൻ്റെ പാട്ടുകൾ കേൾക്കാനൊന്നും പോകാറില്ലേ? ഇവരുടെ ഒരൊറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണോ വേടൻ ഈ നിലയിൽ എത്തിയത്? അപ്പോൾ നിങ്ങൾ പറയുമ്പോഴത്തേക്കും അതും കൂടെ പറയണ്ടേ? ശരിയാണ്, വേടന് നല്ല കഴിവുണ്ട്, അതും ഒരു കാരണമാണ്. കഴിവില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഈ നിലയിൽ എത്താൻ പറ്റില്ല. എന്നാലും അദ്ദേഹത്തെ ശ്രവിക്കാൻ ചെല്ലുന്നവർ ഈ സവർണറുടെ കൂട്ടത്തിൽപ്പെട്ട ഈ നമ്പൂതിരി നായന്മാരാരും ചെല്ലാറില്ലേ? നിങ്ങളിങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത്? അതോ വേടനെ പിന്തുണയ്ക്കാത്തവരുടെ ഒരു പ്രത്യേക വിഭാഗത്തെയാണോ നിങ്ങൾ സവർണൻ ഉദ്ദേശിക്കുന്നത്? ജാതിപരമായിട്ടല്ലേ? ഇനി നിങ്ങൾ ജാതിപരമായിട്ടല്ല ഒരാളെ സവർണൻ എന്ന് കണക്കാക്കുന്നത് എന്ന് കൂട്ടിക്കോ, പിന്നെ എങ്ങനെയാണ് കണക്കാക്കുന്നത്? സാമ്പത്തികപരമായിട്ടാണോ? സാമ്പത്തികപരമായിട്ടാണെങ്കിൽ വേടൻ ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് ഉയർന്നതാണോ താഴ്ന്നതാണോ? സാമ്പത്തികപരമായിട്ട് ഉയർന്നതാണ്. അപ്പോൾ ഒരാൾ എത്ര സാമ്പത്തികപരമായിട്ട് ഉയർന്നതാണെങ്കിൽ പോലും അയാളുടെ ജാതി എടുത്തിട്ട് വെച്ചിട്ട് അയാളെ താഴ്ത്തുന്ന പരിപാടി കാണിക്കുന്ന ആരാണ്? ഈ കമൻറ്റ് ബോക്സിൽ ഇമാതിരി പരിപാടി കാണിക്കുന്ന ആളുകളല്ലേ? അയാൾ നല്ല രീതിയിലല്ലേ ജീവിക്കുന്നത്? അയാൾ എങ്ങനെയാണ് നിലയിലെത്തി? അയാളുടെ കഴിവ് കൊണ്ടും ഈ പറഞ്ഞ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ജാതിപരമായിട്ട് വരുന്ന നമ്പൂതിരി നായന്മാർ എല്ലാവരും ഇയാളുടെ പരിപാടി ടിക്കറ്റ് എടുത്ത് കണ്ടിട്ടല്ലേ, അല്ലാതെ ഒരു കൂട്ടര് മാത്രമല്ലല്ലോ. ഇനി ഈ വേടൻ ഫാൻസിനെ ആശ്വസിക്കാൻ വേണ്ടിയിട്ട് വേണം ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഈ സവർണരാണല്ലോ വേടനെ അകത്താക്കിയെന്ന് നിങ്ങൾ പറയപ്പെടുന്നു. ഇപ്പോൾ ഉർവശി സാവ ഉപകാരമായെന്ന് വേണം കണക്കാക്കാമല്ലോ, മനസ്സിലായോ? അതായത് ഈ സവർണർ എല്ലാവരും കൂടി പണി കൊടുത്തിട്ട് ഇപ്പോൾ ആർക്കാ ഗുണം ഉണ്ടായത്? വേടനല്ലേ. അപ്പോൾ ആഹ്ലാദിപ്പിൻ, അർമാദിപ്പിൻ.